കടലിന്റെ ഉള്ളിൽ അതെന്തെല്ലാം രഹസ്യങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്കിന്നും പൂർണ്ണമായിട്ട് അറിവുള്ളതല്ല. ഒരുപക്ഷെ ഈ നിഗൂഢത തന്നെയാണ് കടലിന്റെ വശ്യഭംഗിക്ക് പിന്നിലുള്ളത്. കടൽ എന്ന വാക്ക് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കടൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് കടൽ തീരവും ആ തീരത്ത് ആർത്തലച്ച് തല്ലി തകരുന്ന തിരമാലയുമാണ്. എന്നാൽ തീരമില്ലാത്ത ഒരു കടലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സ്വർണ്ണ നിറത്തിൽ അനന്തമായി പായൽ ചെടികൾ നിറഞ്ഞ തീരമില്ലാത്ത ഒരു കടൽ. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ട് ഈ കടൽ മറൈൻ ബയോഡൈവേഴ്സിറ്റിയിൽ ഒരു പ്രധാനപ്പെട്ട പങ്കാണ് വഹിക്കുന്നത്. ആ കടലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഈ കടലിന്റെ പേരാണ് സർഗാസോ കടൽ അഥവാ സർഗാസോ സീ. ഇതിന്റെ വിശേഷങ്ങളും കൗതുകങ്ങളുമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമസ്കാരം, ചെറുതല്ല കാര്യത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറ്റൊരിടത്തും കാണാത്ത പ്രത്യേകമായ സവിശേഷതകളാണ് സർഗാസോ കടലിന് ഉള്ളത്. അറബിക്കടലോ അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലോ പോലെ നമുക്ക് പരിചിതമായ കടൽ ഉള്ളതുപോലെ സർഗാസോ കടലിനെ അതിരിടാൻ ഒരു തീരം ഇല്ല, കടൽ തീരം ഇല്ല. കടൽ തീരമില്ലെങ്കിൽ പിന്നെ സർഗാസോ കടലിനെ വേർതിരിക്കുന്നത് എന്താണ്? അരുവികളോ അല്ലെങ്കിൽ നദികളോ ഒഴുകുന്നത് പോലെ കടൽ ഒഴുകി മാറുന്നില്ല എന്ന് നമുക്കറിയാം. ഇരുന്നാലും കടലിൽ ജലപ്രവാഹങ്ങളുണ്ട്. കടലിൽ തിരമാലകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന വിഷയം സംസാരിച്ചപ്പോൾ ഈ കാര്യത്തെപ്പറ്റി നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ പറഞ്ഞു വന്നത്, കടലിൽ ജലം ഒഴുകുന്നതായി കാണുന്നില്ല എങ്കിലും ജലപ്രവാഹങ്ങൾ ഉണ്ട്. മറ്റ് കടലിൽ നിന്നും വ്യത്യസ്തമായി കടൽ തീരങ്ങളല്ല, മറിച്ച് ഇത്തരം ജലപ്രവാഹങ്ങളാണ് സർഗാസോ കടലിനെ അതിരിടുന്നത്. നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ നടുവിലാണ് സർഗാസോ കടൽ സ്ഥിതി ചെയ്യുന്നത്. ഈ കടലിനെ അതിരിടുന്നതാവട്ടെ പടിഞ്ഞാറ് ഗൾഫ് സ്ട്രീം, കിഴക്ക് കാനറി കറന്റ്, വടക്ക് നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ്, തെക്ക് നോർത്ത് അറ്റ്ലാന്റിക് ഇക്വറ്റോറിയൽ കറന്റ് എന്ന ഈ 4 ജലപ്രവാഹങ്ങളാണ് സർഗാസോ കടലിന് അതിരി തീർക്കുന്നത്. ഈ കടലിന്റെ പേരിന്റെ പിന്നിലും ഒരു കൗതുകമുണ്ട്. കടലിന്റെ ഈ പ്രത്യേക ഭാഗത്ത് ഒരുതരം പായൽ ചെടികൾ വളരെ സമൃദ്ധമായി വളരുന്നുണ്ട്. സ്വർണ്ണ നിറത്തിലുള്ള ഈ പായൽ ചെടിക്ക് 15-ാം നൂറ്റാണ്ടിലെ പോർച്ചുഗീസ് നാവികർ ഇട്ട പേര് സൽഗാസോ എന്നാണ്. യൂറോപ്പിലെ ഐബീരിയൻ ഭാഗത്ത് മുന്തിരിക്കൊലയ്ക്ക് സമാനമായ ഒരു കടൽ പായൽ ചെടിയാണ് സൽഗാസോ. സ്പെയിനും പോർച്ചുഗലും ഉൾപ്പെടുന്ന യൂറോപ്യൻ കോണ്ടിനെന്റിന്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗമാണ് ഐബീരിയ എന്ന വാക്കിൽ അറിയപ്പെടുന്നത്. സൽഗാസോ എന്ന ഈ വാക്കാണ് പിന്നീട് സർഗാസം എന്നായി മാറിയതും ആ ചെടിക്ക് സർഗാസം എന്ന പേര് വന്നതും. സർഗാസം എന്ന ചെടിയുടെ ധാരാളിത്തമാണ് ഈ കടലിന് സർഗാസോ കടൽ അല്ലെങ്കിൽ സർഗാസോ സീ എന്ന പേര് തരാൻ കാരണം. പക്ഷേ നമുക്കറിയാവുന്ന മറ്റു കടലുകളെ പോലെ സർഗാസോ കടലിന് കരഭാഗം കൊണ്ട്, അതായത് കടൽ തീരം കൊണ്ട് തീർക്കുന്ന അതിരുകൾ ഇല്ല. നേരെ മറിച്ച് സർഗാസം എന്ന ഈ ചെടി സമൃദ്ധമായി വളർന്നു നിൽക്കുന്ന തുറസ്സായ ജലഭാഗം മാത്രമേ ഉള്ളൂ. സർഗാസം എന്ന കടൽപ്പായൽ മാത്രം സമൃദ്ധമായി വളർന്നു നിൽക്കുന്ന ഒരു തരിശായ സമുദ്രഭാഗമാണ് സർഗാസോ കടൽ എന്ന് ധരിച്ചാൽ നമുക്ക് തെറ്റിപ്പോയി. കാരണം പലതരത്തിലുള്ള സമുദ്ര ജീവജാലങ്ങളുടെ ഒരു ഈറ്റില്ലമാണ്, ഒരു കളിത്തൊട്ടിലാണ് സർഗാസോ കടൽ. കടലാമകളടക്കം നിരവധി സമുദ്ര ജീവജാലങ്ങളുടെ നഴ്സറി സൈറ്റായിട്ടോ അല്ലെങ്കിൽ ബ്രീഡിംഗ് സൈറ്റോ ആയിട്ടാണ് സർഗാസോ സീയെ വിലയിരുത്തപ്പെടുന്നത്. കാരണം വളരെ സമൃദ്ധമായി, വളരെ ഉയരത്തിൽ, വളരെ വിസ്താരത്തിൽ വളർന്നു നിൽക്കുന്ന സർഗാസോ എന്ന കടൽ പായൽ ചെടികൾക്ക് ഇടയിൽ സുരക്ഷിതമായ ഒളിത്താവളം കണ്ടെത്താൻ പല ജീവജാലങ്ങളെയും സഹായിക്കുന്നു. മഹി എന്ന ഫ്ലൈയിങ് ഫിഷ് അടക്കം നിരവധി മത്സ്യങ്ങളുടെ ഒരു സങ്കേതമാണ് സർഗാസോ കടൽ. മാത്രമല്ല സർഗാസം മത്സ്യം, സർഗാസം ഫിഷ് എന്ന ഒരു പ്രത്യേകതരം മീനുകൾ കാണപ്പെടുന്നതും സർഗാസോ കടലിലാണ്. ചുറ്റുപാടുമായി സമരസപ്പെട്ടുകൊണ്ട് ശത്രുവിന്റെ കാഴ്ചയിൽ നിന്നും മറഞ്ഞിരിക്കാനുള്ള കഴിവ് ചില ജീവികൾക്കുണ്ട്. കാമോഫ്ലാഷ് എന്നാണ് ഇതറിയപ്പെടുന്നത്. സർഗാസം ഫിഷ് കാമോഫ്ലാഷ് കാണിക്കുന്ന ഒരു യുണീക്ക് ഓർഗാനിസം ആണെന്ന് പറയാം. സർഗാസം എന്ന പായൽ ചെടി അനുകരിച്ചുകൊണ്ട് അവയ്ക്കിടയിൽ ഒളിച്ചിരിക്കാൻ ഏറ്റവും വിദഗ്ധനാണ് സർഗാസം ഫിഷ്. യൂറോപ്പിൽ നിന്നും നോർത്ത് അമേരിക്കയിൽ നിന്നുമുള്ള ദേശാടകരായ ഈൽ മത്സ്യങ്ങൾ അവരുടെ ബ്രീഡിംഗ് ഗ്രൗണ്ടായിട്ടും സർഗാസോ കടലിനെയാണ് തിരഞ്ഞെടുക്കാറുള്ളത്. ഇത്തരം വലിയ മത്സ്യങ്ങൾ മാത്രമല്ല, ചെമ്മീൻ, ഞണ്ട്, കടൽ കുതിരകൾ എന്ന് തുടങ്ങി ചെറു ജീവജാലങ്ങൾക്ക് പോലും ഒളിയിടവും വാസസ്ഥലവും ഒരുക്കുന്നുണ്ട് സർഗാസോ കടൽ. കടലിന് മീതെ പൊങ്ങിക്കിടക്കുന്ന ബ്രൗൺ മാക്രോ ആൽഗയിൽ പെടുന്നതാണ് സർഗാസം എന്ന പായൽ ചെടി. പാറകളിലോ അല്ലെങ്കിൽ പവിഴപ്പുറ്റുകളിലോ പറ്റിപ്പിടിച്ച് വളരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി സർഗാസം സ്വതന്ത്രമായി കടലിലെ ഓളത്തിന്റെയും തിരയുടെയും ഒപ്പം പൊങ്ങിക്കിടക്കുന്നതുമാണ്. ഇവയുടെ ഇലകളിലും തണ്ടിലുമുള്ള നിരവധി വായു അറകളാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള ബോയൻസി ഈ സസ്യങ്ങൾക്ക് കൊടുക്കുന്നത്. സർഗാസം എന്ന പായൽ ചെടിക്ക് കടലിന്റെ പാരിസ്ഥിതിക സന്തുലനത്തിൽ പ്രത്യേകമായ പങ്കുണ്ട്. അതിൽ ഒരു കാര്യം അല്പം മുമ്പ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നിരവധിയായ മത്സ്യങ്ങൾക്കും മറ്റനേകം സമുദ്രജീവികൾക്കും ബ്രീഡിംഗ് അല്ലെങ്കിൽ നഴ്സറി സൈറ്റായിട്ട് സർഗാസം എന്ന ഈ പായൽ ചെടി ഉപയുക്തമാകുന്നു. മറ്റൊന്ന്, കടൽ ജലത്തിലെ കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്തുകൊണ്ട് കടലിലെ കാർബൺ ലെവൽ നിയന്ത്രിക്കുന്നതിൽ
സർഗാസം എന്ന പായൽ ചെടി നിർണായകമായ പങ്ക് വഹിക്കുന്നു എന്നതാണ്. എന്നാൽ ഈ അടുത്ത കാലങ്ങളിൽ സർഗാസം എന്ന ഈ പായൽ ചെടിയുടെ ഒരു ബ്ലൂം അമിതമായ വളർച്ച പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുമുണ്ട്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയും ഓളത്തിനോടോ അല്ലെങ്കിൽ തിരമാലയ്ക്കൊപ്പമോ സഞ്ചരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ വെസ്റ്റ് ആഫ്രിക്ക, ഫ്ലോറിഡ, കരീബിയൻ ദ്വീപുകൾ എന്നീ സ്ഥലങ്ങളിലെല്ലാം തീരപ്രദേശങ്ങളിൽ വ്യാപകമായി സർഗാസം എന്ന ഈ പായൽ ചെടി അടിഞ്ഞു കയറുകയുണ്ടായി. വലിയ അളവിൽ സർഗാസം തീരത്ത് അടിഞ്ഞുകൂടിയതും അത് അവിടെ കിടന്ന് അഴുകാൻ ആരംഭിച്ചതും നിരവധിയായ തീര പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ടൂറിസത്തെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനവും കാർഷിക വൃത്തിയിലൂടെ അമിതമായ വളപ്രയോഗം നടത്തിയത് ഒടുവിൽ കടലിലേക്ക് ഒഴുകിയെത്തിയതുമാണ് സർഗാസത്തിന്റെ അമിതമായ വളർച്ചയ്ക്ക് കാരണം എന്ന് ശാസ്ത്രലോകം പറയുന്നു. എന്നാൽ ഇപ്പോൾ സർഗാസം എന്ന ഈ കടൽ പായൽ ചെടിയെ വാണിജ്യപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ശ്രമത്തിലാണ് ശാസ്ത്രം. ജൈവ ഇന്ധനമായും ജൈവ വളമായും സർഗാസം എന്ന പായൽ ചെടിയെ ഉപയോഗിക്കാൻ കഴിയുമെന്ന് ശാസ്ത്രം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സർഗാസം എന്ന ചെടിയിൽ കാണപ്പെടുന്ന ചില കോമ്പൗണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ശാസ്ത്രം. അതായത് മണ്ണിൽ ലയിച്ചു ചേരുന്ന അഴുകിച്ചേരുന്ന പ്ലാസ്റ്റിക്. അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞാൽ അതൊരു വിപ്ലവമായിരിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. പണ്ടുകാലത്ത് പായ്ക്കപ്പൽ ഉപയോഗിച്ച് കടൽ യാത്ര നടത്തിയിരുന്ന നാവികർക്ക് ഒരു പേടി സ്വപ്നമായിരുന്നു സർഗാസോ കടൽ. കാരണം സമുദ്രത്തിൽ ചില മേഖലകളിൽ ശക്തി കുറഞ്ഞ കാറ്റുണ്ടാവാറുണ്ട്. ഡോൾഡ്രം എന്നാണ് ഇവ അറിയപ്പെടുന്നത്. സർഗാസോ കടലിൽ ഡോൾഡ്രം ഉണ്ടാവുക സ്വാഭാവികമായിരുന്നു. അതുകൊണ്ട് തന്നെ പായ്ക്കപ്പലുകൾ കാറ്റില്ലാതെ നീങ്ങാനാവാതെ നിരവധി ദിവസങ്ങളോളം, ചിലപ്പോൾ ആഴ്ചകളോളം തന്നെ സർഗാസോ കടലിൽ പെട്ടുകിടക്കാറുണ്ടായിരുന്നു. തന്നെയുമല്ല, ബർമുഡ ട്രയാങ്കിളിന്റെ ഒരു ഭാഗമാണ് സർഗാസോ കടൽ എന്ന സംഗതിയും നാവികർക്കിടയിൽ ഒരു ഭീതി വളരാൻ ഇടയാക്കിയിട്ടുണ്ട്. എക്കോളജിക്കലായിട്ടും ജിയോഗ്രഫിക്കലായിട്ടും ഇത്രമാത്രം പ്രത്യേകതകളുള്ള ബയോഡൈവേഴ്സ് ആയിട്ടുള്ള സർഗാസോ കടൽ എന്നത് പ്രകൃതിയുടെ ഒരു അത്ഭുതമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു ഫ്ലോട്ടിംഗ് സാങ്ച്വറിയാണ്, അഥവാ പൊങ്ങിക്കിടക്കുന്ന ഒരു വന്യജീവി സങ്കേതമാണ് സർഗാസോ കടൽ എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവില്ല. ഈ ആധുനിക കാലത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നേരിടുന്ന സർഗാസോ കടലും തീർച്ചയായിട്ടും സംരക്ഷിക്കപ്പെടേണ്ട ഒരു മേഖല തന്നെയാണ്. കാരണം സമുദ്ര ആവാസ വ്യവസ്ഥ നിലനിർത്തുന്നതിൽ സർഗാസോ കടലിന്റെ പങ്ക് വിശേഷപ്പെട്ടതാണ്. മറ്റു വിഷയവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.